ആശാ വർക്കർമാരുടെ സമരം അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഏത് തരത്തിലുള്ള പ്രതിബന്ധം ഉണ്ടായാലും തങ്ങൾ സമരരംഗത്ത് തുടരും എന്ന് ആശാ വർക്കർമാർ അവരുടെ ദൃഢനിശ്ചയത്തോടുകൂടി അവർ പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതാണ്. സംസ്ഥാനത്തെ ആശാ വർക്കർമാരുടെ സമരം ദിനം പ്രതി ശക്തമാവുകയാണ്. സമരത്തിന്റെ 22ാം ദിവസം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ വർക്കേഴ്സ് ഇന്ന് നിയമസഭാ മാർച്ച് നടത്തി. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരാനാണ് ആശാ വർക്കേഴ്സിന്റെ ഇപ്പോഴത്തെ തീരുമാനം. സമരക്കാർക്ക് ഐക്യദാർഢ്യം അർപ്പിച്ച് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസും പ്രതിഷേധം നടത്തി. സെക്രട്ടേറിയറ്റിന് മുൻപിൽ തുടരുന്ന രാപ്പകൽ സമരത്തിന്റെ 22ാം ദിവസമാണ് നിയമസഭാ മാർച്ച് സംഘടിപ്പിച്ചത്. 1000-ഓളം ആശാ വർക്കേഴ്സ് സമരത്തിൽ പങ്കെടുത്തു. സമരക്കാർ ഉയർത്തിയ പ്രധാനപ്പെട്ട 2 ആവശ്യങ്ങളോട് സർക്കാർ മുഖം തിരിക്കുന്നു എന്നാരോപിച്ചാണ് മാർച്ച്. ഓണറേറിയം വർധന, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക എന്നിവയാണ് ആവശ്യം. ഞങ്ങളെ അധിക്ഷേപിച്ചു, ആക്ഷേപിച്ചു, ഈർക്കിരികളെന്ന് പറഞ്ഞു. ഞങ്ങളെന്ന് എല്ലാ ഈർക്കിരികളും ഒന്നിച്ചു ചേർത്തിരിക്കുകയാണ്. ഇത് തെരഞ്ഞെടുപ്പ് മുന്നണിയൊന്നുമല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ആരോടും ഭ്രഷ്ടില്ല. പക്ഷേ ഞങ്ങളെ പിന്തുണയ്ക്കാൻ വന്ന രാഷ്ട്രീയ പാർട്ടികളോട് ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു, ഞങ്ങൾക്ക് കേന്ദ്രത്തോടും സംസ്ഥാനത്തോടും ഒരേപോലെ ഞങ്ങൾക്ക് വിമർശനമുണ്ട്. ഇപ്പോൾ ഞങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെയാണ് സമരം ചെയ്തത്. കെ രമ MLA മാർച്ചിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തി. സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകണം. ചർച്ചയ്ക്ക് തയ്യാറായി ഇവരുന്നയിക്കുന്ന ന്യായമായ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണാൻ കേരളത്തിൻ്റെ സർക്കാർ തയ്യാറാകണം. കേരളത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന വിഷയങ്ങൾ കേരളത്തിൽ പരിഹരിക്കണം. അതാണ് ഇവിടുത്തെ ആശമാരുടെ ആവശ്യം. അതിനെ പരിഹസിച്ചതുകൊണ്ടോ പുച്ഛിച്ചതുകൊണ്ടോ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ സാധിക്കില്ല. ആശാ വർക്കേഴ്സിന് ഐക്യദാർഢ്യം അർപ്പിച്ച് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ മാർച്ച് നടത്തി. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്കും മറ്റിടങ്ങളിൽ ജില്ലാ ആസ്ഥാനങ്ങളിലേക്കുമായിരുന്നു കോൺഗ്രസിന്റെ മാർച്ച്. ആ സമരം ന്യായമായൊരു കാര്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞാനടക്കമുള്ള എൻ്റെ സഹപ്രവർത്തകരെല്ലാം ആ സമരപന്തലിൽ എത്തി അവർക്ക് പിന്തുണ നൽകിയത്. ഇപ്പോൾ അവരെ ശത്രുക്കളെ പോലെ കാണുകയാണ്. ഇപ്പോൾ അവരെ പരിഹസിക്കാൻ വേണ്ടി ഒരു തൊഴിലാളി സംഘടന വേറെ പരിപാടി നടത്തുന്നു. എല്ലാ ദിവസവും ആശാ വർക്കർമാരാണ് കേരളത്തിൻ്റെ പൊതുശത്രുക്കൾ എന്നുള്ള നിലയിൽ ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റും അതിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം ഇവരെ ശത്രുക്കളായി കണ്ട അവർക്കെതിരായിട്ടുള്ള പ്രസ്താവനകളാണ് ഇറക്കുന്നത്. മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിക്കുന്നത് വരെ സമരം തുടരാനാണ് ആശാ വർക്കേഴ്സിന്റെ തീരുമാനം. ആദ്യം പരിഹാസം, പിന്നാലെ ഭീഷണി, ഇപ്പോൾ അവഗണന. ആശാ വർക്കേഴ്സിന്റെ സമരത്തിന് സർക്കാരിന്റെ സമീപനം ഇങ്ങനെയാണ്. തെറ്റിദ്ധരിക്കപ്പെട്ടാണ് ആദ്യ ദിവസങ്ങളിൽ സമരത്തിനെത്തിയതെന്നും അവരെല്ലാം ഇപ്പോൾ തിരികെ ജോലിയിൽ കയറിയെന്നുമായിരുന്നു സർക്കാരിന്റെ അവകാശവാദം. അത് വെറും അവകാശവാദം മാത്രമെന്ന് തെളിയിക്കുന്നതായിരുന്നു ഇന്ന് സമരത്തിന് കണ്ട ആൾക്കൂട്ടം. സലിം മാലിക്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ആശാ വർക്കേഴ്സിന്റെ സമരത്തെക്കുറിച്ച് സർക്കാർ മനസ്സിലാക്കേണ്ടത് അവരുടെ ആവശ്യങ്ങൾ ന്യായമാണ് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത്. 22ാം ദിവസവും അവർക്കുള്ള പിന്തുണയും പിൻബലവും ഏറി വരുമ്പോൾ ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാനും ആ പ്രശ്നത്തെ രമ്യമായി പരിഹരിക്കാനുമുള്ള സാധ്യതകളിലേക്ക്, അതിൻ്റെ മാർഗങ്ങളിലേക്ക് കടക്കാൻ സർക്കാർ തയ്യാറാകുന്നതായിരിക്കും ഈ ഘട്ടത്തിൽ ഉചിതം. അതല്ല ആശാ വർക്കേഴ്സിന്റെ സമരത്തെ മറ്റു രീതിയിൽ നേരിടാനാണ് പോകുന്നതെങ്കിൽ ആശാ വർക്കേഴ്സ് പറയുന്നത് ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നാക്കം പോകില്ല എന്നാണ്.